അത് വേറെ കുത്തുന്നില്ലല്ലോ, ആറിനറിയില്ലല്ലോ. മകൾ ജയിക്കരുത് പറഞ്ഞ ശരി, ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള തന്നെ വോട്ട് ഇല്ലാൻ പറ്റുന്ന പരിപാടിയാണ് താഴത്ത്. ഇലക്ഷനെ കുറിച്ചിട്ട് പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളാണ്. പക്ഷെ പുതിയ തലമുറയിൽ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾക്ക് ഇലക്ഷനെ കുറിച്ചിട്ട് പല കാര്യങ്ങളും അറിയാനുണ്ടാവും. എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ രീതികൾ, എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതൊന്നും സ്കൂളിൽ നിന്നും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് സ്കൂൾ ലൈഫ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഇലക്ഷൻ ബൂത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് ഇതിനെ കുറിച്ച് പല കാര്യങ്ങളും അറിയുന്നത്. വെൽക്കം ടു ടോക് സൂത്ര ചാനൽ. ഇതിലിപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് വോട്ടർമാരുടെ ഇടയിൽ അല്ലെങ്കിൽ പുതിയ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എന്താണ് നോട്ട എന്ന് പറയുന്നത്. സോ അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ടോക് സൂത്ര ചാനൽ നമ്മൾ കൂടുതലായിട്ട് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് നോട്ട? 2013 സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം നമ്മൾ പുതിയതായിട്ടൊരു സംവിധാനം കണ്ടതാണ് നോട്ട എന്ന് പറയുന്ന സിസ്റ്റം. പക്ഷേ ഇത് മറ്റ് 13 രാജ്യങ്ങളിൽ, നമുക്ക് മുന്നേ ഗ്രീസിന് മുന്നേ US തുടങ്ങിയ 13 രാജ്യങ്ങളിൽ നടന്നു വരുന്നുണ്ട്. എന്തിലും വ്യത്യസ്തമായ പല മാനദണ്ഡങ്ങളിലാണ് പല രാജ്യങ്ങളിലും നടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ രാജ്യത്ത് വോട്ട്, അതായത് നോട്ടയുടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നോട്ടയ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ വോട്ട് ആർക്കാണോ ആ വോട്ട് വരുന്ന സ്ഥാനാർത്ഥി ആരാണോ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. അത് നോർമലി നമുക്ക് നോട്ടിനെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റുന്നത് അല്ലെ? അതെ. സോ ബേസിക്കലി നോട്ട എന്ന് പറയുന്ന സമയത്ത് അതിന്റെ പറയുമ്പോൾ നൺ ഓഫ് ദി എബവ് എന്നാണ് പറയുന്നത്. അതായത് മുകളിൽ പറഞ്ഞവരിൽ ആരുമല്ല. അത് നമ്മളൊരു ശരിക്കും ഒരു എതിർപ്പല്ലേ കാണിക്കുന്നത്. അതായത് നമുക്കിപ്പം പുതിയ വോട്ടർമാർക്ക് എല്ലാവർക്കും ഉണ്ടോ, ഇപ്പം ഇലക്ഷനോട് വിരക്തിയുള്ള ആളുകളുണ്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഒരു രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടോ. ഇവരാണ് അല്ലെങ്കിൽ ഇവർക്കുള്ള ഒരു ചിന്തയാണ് നോട്ടയിൽ കുത്താം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ പല ആൾക്കാരും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്, വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ നോട്ടയിൽ കുത്താം. അതായത് മുന്നേ എന്താ പറയുക, വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെ നോട്ടയ്ക്ക് കുത്താം എന്നുള്ളൊരു ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ഇത് നോട്ട എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ നോക്കി കണ്ടത് ഈ ഇലക്ഷൻ സിസ്റ്റത്തോട് അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ തെരഞ്ഞെടുക്കപ്പെടുന്ന രീതിയോടുള്ള വിയോജിപ്പിനല്ല, ഒരു പ്രസ്തുത ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട്, അതായത് കടന്നു വരുന്ന പല രാഷ്ട്രീയ പാർട്ടികളും പല വ്യത്യസ്തമായ കാഴ്ചപ്പാടോട് കൂടി വരുന്നതാണ്. അപ്പം രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് വരുന്ന വ്യക്തി അല്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, അപ്പൊ ഇവരുടെ എന്താണ് ഇവരുടെ ആശയം, അല്ലെങ്കിൽ ഈ വരുന്ന ആളുടെ പ്രവർത്തന മേഖല എന്താണ്, അല്ലെങ്കിൽ മുന്നിൽ ഇയാളുടെ എന്താണ് ഇയാൾ നൽകിയിട്ടുള്ളത്, അയാളുടെ സംഭാവനകൾ എന്താണ്, ഇയാളുടെ പ്രവർത്തന രീതികൾ, ഇയാളുടെ സ്വഭാവം, അല്ലെങ്കിൽ ഇയാൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തിന്റെ സ്വഭാവം, ഇതിനൊക്കെ സ്വാധീനിച്ചിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനോട് വിയോജിപ്പുള്ള ഒരാൾ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഇലക്ഷന്റെ സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ ഒരു 3 പാർട്ടികൾ അല്ലെങ്കിൽ ഒരു 5 പാർട്ടികൾ മത്സരിക്കുന്ന സമയത്ത് ഇപ്പൊ എനിക്കൊരു തീരുമാനം എടുക്കാം. ഞാൻ കാണുന്ന സമയത്ത് ABCD എന്ന് പറഞ്ഞിട്ട് 4 ആളുകൾ മത്സരിക്കുന്നത്. ഈ 4 ആളുകളെയും എനിക്ക് പേഴ്സണലി അവരാരും ജയിച്ചു കഴിഞ്ഞാലും എനിക്കോ അല്ലെങ്കിൽ ഈ നാടിനോ കാര്യമില്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് കാണുമ്പോഴല്ലേ നമ്മൾ നോട്ട ചൂസ് ചെയ്യുക. അത് മാത്രമല്ലല്ലോ, ഞാൻ കോൺഗ്രസ്സുകാരനോ BJPക്കാരനോ ആം ആദ്മിയോ ആരോ ആയിക്കോട്ടെ, ഞാൻ ഏത് രാഷ്ട്രീയമാണോ എന്റെ ഉള്ളിലുള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് വരുന്ന സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയില്ലെങ്കിൽ അപ്പോൾ നമ്മള് ആ സ്ഥാനാർത്ഥി പരമാവധി വോട്ടുകൾ വീഴുകയും ആ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയില്ല എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ നോട്ടയിൽ കുത്തിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലൊരു കാര്യം വരുന്നില്ല. കാരണം നോട്ട എന്ന് പറയുന്ന സമയത്ത് നൺ ഓഫ് ദി എബവ് എന്നുള്ളതാണ് അതിന്റെ ഒരു മീനിങ് വരുന്നത്. ഇപ്പൊ 2013 സുപ്രീം കോടതി ഈ ഒരു വിധി അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു പറയുകയാണെങ്കിൽ നമ്മുടെ ഇലക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ EVM മെഷീന്റെ ഏറ്റവും താഴെയാണ് നോട്ട കൊടുത്തിട്ടുള്ളത്. അതായത് അതിൽ പറയുന്നത് ഒരു നോട്ടന്റെ ഒരു സിസ്റ്റം പറയുന്നത് തന്നെ നൺ ഓഫ് ദി, അത് മേലെ പറഞ്ഞിട്ടുള്ള ആളുകളിൽ ആരെയും എനിക്ക് സെലക്ട് ചെയ്യാൻ താല്പര്യമില്ല. എതിർപ്പ് മാത്രമല്ല, അത് കാണിക്കുന്നത് മറ്റൊന്നും കൂടിയാ. ഇപ്പം നോട്ടന്റെ ഒരു സിസ്റ്റം വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് നോട്ടയ്ക്കാണെങ്കിൽ തന്നെ രണ്ടാമത് സെലക്ട് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ വോട്ട് കിട്ടിയത് ആരാണോ അവരാണ് ജയിക്കുന്നത്. അത് അവരാണ് ഇലക്ഷനിൽ മുന്നോട്ട് വരുന്നത്. അപ്പം അവർക്കൊരു മുന്നറിയിപ്പാണ്, അതായത് ജനങ്ങൾക്ക് നിങ്ങൾ ആരെയും പറ്റി തോന്നിയിട്ടില്ല, നിങ്ങൾ ആരും ബെറ്റർ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നാളെ നിങ്ങൾ ജയിക്കുവാനുള്ള ഒരു ചാൻസ് വരുന്നുള്ളൂ. ഈ ഒരു എതിർപ്പ് കാണിക്കാനായിട്ട് ഈ ഒരു നോട്ട കറക്റ്റ് അല്ലേ?
ഇതൊരു ഇപ്പൊ നിലവില് നമ്മളെ കാഴ്ചപ്പാടിന് അപ്ഡേഷൻ വന്നതാണ് സത്യത്തില്. അതെ, അതായത് നോട്ട ജയിക്കുകയാണെങ്കിൽ ആ ഇലക്ഷൻ മാറ്റി റീ ഇലക്ഷൻ ആണ് അവിടെ നമ്മുടെ നാട്ടിൽ വന്നില്ലല്ലോ. അല്ല, അത് അതിന് അപ്ഡേഷൻ വന്നാണ് ഇത്. അതിൽ അങ്ങനെ ഒരു മാറ്റം വന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച പോകുന്നത്. ശരിക്കും ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് നോട്ടയ്ക്കാണ് വീണതെങ്കിൽ ആ ഇലക്ഷൻ പോകണം, വീണ്ടും റീ ഇലക്ഷൻ വെക്കണം, അവിടെ സ്ഥാനാർത്ഥികളെ മാറ്റണം. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഈ സ്ഥാനാർത്ഥികൾ ഒന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഭൂരിപക്ഷം നോട്ടയ്ക്ക് കിട്ടേ പിന്നെ വീണ്ടും അതിലൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്ത് വിടുകയെന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ കാഴ്ചപ്പാടാണ്, അല്ല ഇതാണ് ഇതിന്റെ മാനദണ്ഡമെങ്കിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ നോട്ടയിൽ വോട്ട് രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നോട്ടയിൽ വോട്ട് രേഖപ്പെടുത്തി പോവാണെന്ന് കൂട്ടിക്കോ. അപ്പൊ നോട്ട ജയിക്കുമ്പോ നോട്ടയ്ക്ക് ഒരു പവർ ഇല്ല അവിടെ. ഇപ്പൊ നോട്ടയ്ക്ക് എന്ത് പവറാ ഉള്ളത്? നോട്ട എന്തിനാണ് അപ്പം? പക്ഷെ എന്നാലും ആൾക്കാരുടെ ഒരു വിയോജിപ്പ് അവിടെ കാണിക്കാൻ പറ്റും. എന്ത് കാര്യം? അതായത് ജയിച്ചു വരുന്ന, അതായത് ഇപ്പം ബി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ജയിച്ചു, ബി എന്ന് പറയുന്ന ഇ എന്ന സ്ഥാനാർത്ഥിയോ സി എന്ന സ്ഥാനാർത്ഥിയോ ജയിക്കുന്നല്ല സുഹൃത്തെ. ഞാൻ കാര്യം, ഈ നോട്ടയാണ് ഇവിടെ ജയിക്കുന്നത്, മനസ്സിലായില്ലേ? നോട്ട എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാ. അതെ, ബാക്കി ഇപ്പൊ 4 കാൻഡിഡേറ്റ്സ് ആണ് ഉള്ളെങ്കിലും ഈ 5ാമത്തെ കാൻഡിഡേറ്റ് ആണ് നോട്ട. അപ്പൊ നോട്ടയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ട് നോട്ടയ്ക്ക് ഒരു പവറും ഇല്ല, എന്നാ പിന്നെ താഴെ കിടക്കുന്ന ജയിച്ച് അതെന്ത് കാര്യമല്ലേ? ജനഭൂരിപക്ഷം പറയാണ് നോട്ട ജയിച്ചത്. അതായത് ഈ സ്ഥാനാർത്ഥികളൊന്നും ശരിയില്ല എന്ന് പറയുന്നത് ഭൂരിപക്ഷം ജനങ്ങൾക്കും ഒരു വാല്യൂ ഇല്ല. അതെ, ഈ ഒരു നോട്ട സുപ്രീം കോടതി കൊണ്ടുവന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വോട്ടർമാർക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതാ. അതായത് ഒരു സ്ഥാനാർത്ഥിയെ അവർ കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥാനാർത്ഥികളാണ് എങ്കിൽ അതിപ്പോ ഒരു പാർട്ടിയുടെ ബേസിൽ മാത്രമല്ല. ഇപ്പൊ ഞാൻ നേരത്തെ ഇപ്പം സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ആം ആദ്മി ആയിക്കോട്ടെ, ഇനിയിപ്പം മറ്റു വരുന്ന 2020 പോലത്തെ പാർട്ടി, ഏത് പാർട്ടി വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൽ കൊണ്ടുവന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ ആരും എനിക്ക് തൃപ്തിപരമല്ല എന്ന് തോന്നുവാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോ ഒരു കോൺഗ്രസ് അനുഭാവിയാണെങ്കിൽ ഞാൻ എന്റെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി മാത്രമായിരിക്കില്ല ഞാൻ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു മെച്ചൂർഡ് ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നേരെ മറിച്ച് മറ്റു സ്ഥാനാർത്ഥികൾ ആരെങ്കിലും നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ട് എങ്കിൽ ഞാൻ അവരെ വോട്ട് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള 4 സ്ഥാനാർത്ഥികളും എനിക്ക് പോരാ എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു വിയോജിപ്പ് കാണിക്കാം. അതായത് ഈ മേലെ പറഞ്ഞിട്ടുള്ള ആരും തന്നെ എനിക്കൊരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് തോന്നില്ല. ഈ പറഞ്ഞിട്ടുള്ള 4 പേരും എനിക്ക് നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ലൊരു കാൻഡിഡേറ്റ് എനിക്ക് തോന്നില്ല. അവിടെ നമ്മുടെ പ്രതിഷേധം എന്നുള്ള രീതിയിലാണ് എന്ത് കാണിക്കുന്നത്, ഈ നോട്ട കൊണ്ടുവരുന്നത്. പക്ഷെ നോട്ട കൊണ്ടുവരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞു, അതായത് ഒരിക്കലും ഇലക്ഷനിൽ രണ്ടാമത് വരുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, ജയിക്കുന്നത്. ഒരിക്കലും ഇലക്ഷൻ മാറ്റി വെക്കുന്നതോ അല്ലെങ്കിൽ എന്ത് പറയുന്നില്ല, നോട്ട ഒരു സ്ഥാനാർത്ഥിയാണ്, നോട്ട ജയിച്ചു എന്ന് പറയുന്നത് ഇതിലെ കാണിക്കുന്നില്ല. അത് ശരിക്കും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നോട്ട ശശിയായി, അതെ, നോട്ട ശശിയായി. അങ്ങനെ. പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടെ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റുന്നുണ്ട്? കറക്റ്റ് ആയിട്ടുള്ള ഒരു വിയോജിപ്പ് കാണിക്കാൻ പറ്റുന്നുണ്ട്. കാണിക്കാൻ പറ്റുന്നുണ്ട്. ഈ വോട്ട് ചെയ്ത് ജയിച്ചു വന്ന സ്ഥാനാർത്ഥിക്ക് ഒരു താക്കീതാണ്. ഒന്നല്ല, ഓ നോട്ടറാക്കി കൊഞ്ഞാൻ കുത്തു, അത് തന്നെ. പക്ഷെ അവിടെ നമുക്കൊരു ബാക്കിയുള്ള ആൾക്കാർക്ക്, വോട്ട് ചെയ്ത ആളുകൾക്ക് പറയാൻ പറ്റും, ഞാൻ അവരെ കാണിക്കട്ടെ. ഞാനും നമ്മൾ വോട്ട് ചെയ്യാൻ പോവാണ്, നമ്മൾ 10 ആൾ വോട്ട് ചെയ്ത്, ഇതില് നമ്മൾ 10 ആളിൽ ഇപ്പം 5 വോട്ടാണ് ഭൂരിപക്ഷം കൂട്ടുക, 5 വോട്ട് ഭൂരിപക്ഷം. നമ്മൾ 10 ആള് വോട്ട് ചെയ്ത്, നമ്മൾ 6 ആള് നോട്ട കുത്തി, 4 ആളല്ലാണ്ടും കുത്തി, നമ്മൾ 6 ആളും വരിക, നമ്മൾ കുത്തി സ്ഥാനം ജയിക്കണ്ടേ, വേണം. അപ്പൊ നമ്മൾ നോട്ട കുത്തി, നമ്മൾ പോന്ന് 4 വോട്ട് ഇട്ടും ജയിച്ചു. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് നോട്ട എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കാണുമ്പോഴാണല്ലോ ആക്ച്വലി നോട്ട സ്ഥാനാർത്ഥിയായിട്ട് കാണണ്ട. വേണ്ട, എന്നാൽ അവർ സൈഡിൽ ചെറിയ ബക്കറ്റ് വെച്ചായി, അല്ല നോട്ടല്ല, നോട്ട ബക്കറ്റ് വെക്കുക, എന്നിട്ട് അതിനകത്ത് നമ്മൾ പൈസ ഇടാം. ആ പൈസ തന്നെയാണ് ഇത്. നോട്ട കാണേണ്ട ആവശ്യമില്ല. നോട്ടന്റെ സ്ഥാനാർത്ഥിന്റെ പാനലിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതല്ല, നോട്ട സ്ഥാനാർത്ഥിയല്ല. നോട്ട എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താ? നൺ ഓഫ് ദി എബവ് എന്നുള്ള രീതിയിലാണ്. അതല്ല, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾക്ക് ഒരു താക്കീത് കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ ജയിച്ചു എന്ന് വിശ്വസിച്ചാലും നിങ്ങൾക്ക് കിട്ടാൻ താക്കീതാണെന്ന് അങ്ങനെയല്ലേ വരേണ്ടത്. അല്ല, ഇത് തലോടലാണെന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ കാഴ്ചപ്പാടിൽ ഇത് തലോടലാണ്. എന്താ അറിയോ? അതായത് നോട്ട എന്ന് പറയുന്ന സാധനം അവിടെ ഉള്ളത് കൊണ്ട് എന്താണ്, ഞാൻ ജയിക്കും, അതായത് നോട്ടേക്കാൾ കുറവ് വോട്ടിട്ടാൽ ഞാൻ ജയിക്കും, ഉറപ്പല്ലേ? അതിപ്പോ ആരാ ജയിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല, അതിപ്പോ എല്ലാ ഇലക്ഷനും എല്ലാ സ്ഥാനാർത്ഥിന്റെ അവസ്ഥ ആണല്ലോ, ആര് ജയിക്കും എല്ലാരും പറയുന്നത്. ഒരു കാര്യം, നമുക്ക് വോട്ട് ചെയ്യാതെ പുറത്തു നിൽക്കുന്ന ആൾക്കാരെ നമുക്ക്, ഞാൻ പറയാം, ഇപ്പൊ നമുക്കൊരു മാറ്റങ്ങൾ കൊണ്ടുവന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഒരു വോയിസ് ഇല്ല. ഞാൻ ഒരിക്കലും എതിർപ്പ് കാണാൻ എന്റെ അഭിപ്രായമാണ്. ഈ നോട്ട എന്ന് പറയുന്ന സ്ഥാനത്ത് ഇപ്പോ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം, ഇപ്പൊ നമ്മളിപ്പോ ഇലക്ഷൻ ടൈം ആകുമ്പോൾ ഗവർണറെ ഭരണം വരുമല്ലോ, ചെറിയൊരു പീരീഡില്ലേ,
അതുപോലത്തെ ഒരു സാധനത്തിന് നിർത്തുക. ഞാൻ പറയട്ടെ, എന്റെ ഒരു അഭിപ്രായമാണ്. അതേപോലത്തെ ഒരു സുപ്രീം പവറിൽ ഒരു സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിനെയോ അങ്ങനെ ആരെങ്കിലും ആക്കാൻ പറ്റും. നാളെ പാർട്ടി സ്വാധീനം അതിൽ വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. വരാൻ പാടില്ലല്ലോ. സുപ്രീം കോടതിയിലെ ജഡ്ജി എന്ന് പറഞ്ഞാല് അയാളെ രാഷ്ട്രീയ സ്വാധീനിക്കാൻ അന്നപ്പോ പിടിച്ച് ആത്തിടും. ശരിയേ, അതിലിപ്പോ മാറ്റങ്ങൾ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ ഒരാളെ സജസ്റ്റ് ചെയ്ത്. അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ആടെ ഇരുത്താം, ആ വോട്ട് അവിടെ വിൽക്കട്ടെ. അപ്പൊ അയാൾക്ക് പവർ വന്നോ, അയാൾ ജയിക്കട്ടെ. പക്ഷെ അവിടെ അവര് ജയിച്ചിട്ടോ, അവര് ജയിച്ച് അതാ പറയുന്നത്. അങ്ങനെ ബല അവരവിടെ ജയിച്ചിട്ട് പിന്നെ കാര്യം വരുന്നില്ലല്ലോ. അല്ല, അങ്ങനെ കാൻഡിഡേറ്റ് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ നോട്ട ജയിക്കുന്നതിനേക്കാളും പവർ ഉണ്ടാവും. എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല, ഒരു മനുഷ്യനാണല്ലോ. അല്ല, മനുഷ്യൻ ജയിക്കുന്നതല്ല നോട്ട. ഞാനല്ല നോട്ട എന്നാലും ഒരു വിയോജിപ്പ് കാണിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നു, നമ്മൾ ആ നിയമത്തിനെതിരെ നമുക്കതൊരു അല്ലെങ്കിൽ നിയമമല്ല, ഒരു നാട്ടിലെ ഒന്നും ഡെവലപ്മെന്റ് വരുന്നില്ല. ഒരു വോട്ട് ചെയ്യാത്ത ഒരാൾക്ക് അവിടെ വിമർശിക്കാനുള്ള അധികാരവും വരുന്നില്ല. കാരണം അയാൾ വോട്ട് ചെയ്ത് അയാൾ തീരുമാനിച്ചിട്ടാണ്, അല്ല അയാൾ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം ജയിച്ചിട്ടുള്ള ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പത്തെ നമ്മുടെ MLA MP ആരാണുള്ളത് അവർ ജയിച്ചു നിൽക്കുന്നത് അവരോട് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അവരൊരു പക്ഷേ വോട്ട് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റേ ആൾ ജയിക്കുമായിരുന്നു. അടുത്ത പ്രാവശ്യം നിങ്ങൾ വോട്ട് കുത്തണ്ടെന്നല്ല അയാൾ പറയുന്നത്. അവർക്കൊരു ശരിക്കും വോയിസ് ഇല്ലാത്ത സിറ്റുവേഷൻ അല്ലേ. ഇലക്ഷനിൽ വോട്ട് ചെയ്യാത്ത ഒരാൾക്ക് ഒരിക്കലും പബ്ലിക്കിനിടയിൽ വന്നിട്ട് വോയിസ് സംസാരിക്കാൻ പാടില്ല. അപ്പൊ അതാണ് ചോദിച്ചത്. ഈ നോട്ടൊക്കെ വോട്ട് കുത്തിയ ആള് അത് വോട്ട് ചെയ്യാത്ത ആളാണല്ലോ. അല്ല, നോട്ടൊക്കെ എന്ത് വോയിസ് അല്ലാടാ, അയാൾക്ക് വോയിസ് ഉണ്ട്. അയാൾ നേരത്തെ പറഞ്ഞു എന്ത്, ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ ആരും എന്തില്ല ആപ്റ്റല്ല എന്നുള്ളത് നേരത്തെ അയാളുടെ വിയോജിപ്പ് കാണിച്ചു. എനിക്ക് മനസ്സിലായില്ല ഈ സംഭവിച്ച് ഇതുവരെ മനസ്സിലായില്ല. അതായത് ഞാൻ പോയിട്ട് കാര്യം ചെയ്തു പോന്നു, അത് ചെയ്തത് കൊണ്ട് ഒരു ഉപകാരമില്ല. ഞാൻ അതായത് തലല്ലാതെ തെങ്ങിനെ തറം തുറന്ന് പറയുന്നത് തലല്ലാതെ അവിടെ നിങ്ങൾ എന്ത് ചെയ്തു, പ്രതിഷേധം കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് പ്രതിഷേധം കാണിച്ചിട്ട് എന്ത് കാര്യം? ഞാൻ പോയി തലല്ലാതെ ഒരു തെങ്ങ് നന്നാക്കി സെറ്റാക്കി പോന്ന മാതിരിയല്ലേ ഇതിപ്പോ. ഒരു പ്രതിഷേധം നമ്മൾ കാണിക്കുന്ന രീതിയിൽ ഇപ്പൊ സുപ്രീം കോടതി നോട്ട എന്ന് കൊണ്ടുവന്നാൽ എനിക്ക് തോന്നുന്നു ഒരു സ്വാതന്ത്ര്യമാണ് വോട്ട് ചെയ്യുന്ന ആളുകൾക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം. ഒന്നല്ല, ഇത് വൃത്തിയിലാണ് കളിയാക്കാണ്. എനിക്ക് വോട്ട് ചെയ്ത് പ്രതിഷേധം രേഖപ്പെടുത്താം, എന്നിട്ട് വീട്ടിൽ പോയിട്ട് എന്താക്കാ തോക്കേണ്ട ചെങ്ങാനെ ജയിപ്പിക്കുക. അതല്ലാണ്ട് ഞാൻ ഇതൊരു മാറ്റവും കാണുന്നില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇയാൾ ഈ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്? ഇയാൾ എന്താണ് ഇതിൽ പറയുന്നത്? അല്ല, ഈ നോട്ടയ്ക്ക് ഒരു വോട്ട് കുത്തുന്ന ആളുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് പറയാനുള്ളത് നാളെ രേഖപ്പെടണം. എങ്ങനെ? അത് അയാൾക്ക് എന്ത് അഭിപ്രായം ആയിക്കോട്ടെ. അയാൾ പറയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിരോധിക്കണം, അല്ലെങ്കിൽ ഒരു വ്യക്തമായ അയാൾ എന്തൊരു കാരണം ഉണ്ടാവല്ലോ. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിയോജിപ്പോ, അല്ലെങ്കിൽ സമകാലീന സംഭവങ്ങളോടുള്ള വിയോജിപ്പോ, ഭരണത്തിലുള്ള പോരായ്മ, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണല്ലോ ഇയാൾ ഈ നോട്ടൊക്കെ വോട്ട് ചെയ്യണമെങ്കിൽ. എല്ലാ ആള് പറയാണ് ഈ സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ നിലവിലെ സിസ്റ്റത്തിന് ഞാൻ എതിരാണ്. ആ ഒരു ഉദ്ദേശത്തിലല്ല. എന്തുവാട്ടെ വാട്ടർ ഡിസ് നമ്മളിപ്പോ പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് വോട്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ പറയില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. പറഞ്ഞ ശരിയല്ലേ? ഇതിന് നമുക്ക് എന്തുകൊണ്ടാണ് ഇയാൾ ഇവിടെ വോട്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതല്ല പിന്നെ നമുക്കറിയാം, ഇപ്പൊ പറയാൻ പറ്റില്ല. എനിക്കിപ്പോ പറയാം, അങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ രാജ്യത്ത് പല രാജ്യത്തോ പല പ്രവർത്തനങ്ങൾ നടത്തുന്ന അറസ്റ്റ് ചെയ്യുന്ന രാജ്യ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് അല്ലാതെ തീർത്ത് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഞാൻ നോട്ടൊക്കെ നോട്ടെത്തി പോണെന്ന്. എനിക്ക് താല്പര്യമില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന മണ്ഡലത്തില് ഒരു 4 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാവും. ആ പാർട്ടിയിൽ അവർ കൊണ്ടുവന്നുള്ള സ്ഥാനാർത്ഥി എനിക്ക് തോന്നുന്നു ഇയാളിവിടെ കൊണ്ടുവന്നിട്ട് ജയിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. അല്ലെങ്കിൽ ഇയാള് ഇവിടെ ജയിച്ചു കഴിഞ്ഞാലോ അവർക്ക് ഒന്നൊരു പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ ഒരു നേതാവാകാൻ കഴിയാത്തൊരു വ്യക്തിയെ ആണ് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് പിന്നെ അതിന്റെ താഴെയുള്ള 3 കാൻഡിഡേറ്റ്സ് മറ്റു പാർട്ടിയിൽ വരുന്ന ആൾക്കാരെ നോക്കും. ഈ ആളുകളിൽ ചിലപ്പോൾ എനിക്ക് തോന്നലുണ്ടാവാം അവർക്ക് ആർക്കും ഞാൻ വോട്ട് ചെയ്യില്ല എന്നുള്ളത്. അതുകൊണ്ട് ഒന്നെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട്, ജയിച്ചു കഴിഞ്ഞാലും നേതാവാകാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാളെ എനിക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിലും വോട്ട് ചെയ്ത് ജയിപ്പിക്കാം, അല്ലെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യാതെ ഇരിക്കാം. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് എന്താണ്, ഇതില് മറ്റൊരു ആളിൽ എനിക്ക് ആപ്റ്റായിട്ട് തോന്നുന്ന ഒരാളെ എനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കാം. അതെ. പക്ഷെ ഈ ഒരു വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ഈ ഒരു 4 ആളുകളും അർഹരല്ല എങ്കിൽ എനിക്ക് വീട്ടിലിരിക്കുന്നതിന് പകരം എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, പ്രതിഷേധം കാണിക്കാം. അതായത് എനിക്ക് നോട്ടെ കുത്തി എനിക്ക് കാണിക്കാൻ പറ്റും ഈ 4 ആളുകളും എന്തില്ല, അർഹരല്ല. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഈ 4 ആൾക്കാരും അർഹരല്ല എന്ന് മാത്രമല്ല, ഇനി ഇതിലൊരാൾ ജയിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ നോട്ടെ കുത്തി നോട്ട തന്നെ ഭൂരിപക്ഷത്തിലെത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അല്ലെ? അപ്പം ഇതിലൊരാൾ ജയിച്ചു വരികയാണെങ്കിൽ അയാൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു താക്കീതാണ്. എന്ത്, നിങ്ങൾ ഭരണം നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതേ സെയിം ശൈലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഭൂരിപക്ഷം വീണ്ടും കുറയും, നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കോ. ഈ ഒരു സിസ്റ്റം ആര് കാണണം, ഈ ജയിച്ചു വരുന്ന ഇലക്ഷനിൽ കാൻഡിഡേറ്റ് കാണണം, സ്ഥാനാർത്ഥി മനസ്സിലാക്കണം അവർക്ക് ഈ ഒരു മണ്ഡലത്തിൽ തീരെ സ്ട്രോങ് ആയിട്ടുള്ള
ഒരു പൊസിഷൻ വരുന്നില്ല. അതുകൊണ്ട് അടുത്ത തവണ ഒന്നുകിൽ ഞാൻ മാറണം. പാർട്ടി മനസ്സിലാക്കണം, ഈ വ്യക്തിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല, ഇവിടുത്തെ ആളുകൾക്ക് ഈ സ്ഥാനാർത്ഥിയോട് താല്പര്യമില്ല എന്നുള്ളത് പാർട്ടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, നോട്ട കൊണ്ടുവന്ന ഇലക്ഷൻ തിരിച്ച് മാറ്റി വെക്കുന്ന സിറ്റുവേഷൻ അവർ പുതിയൊരു കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് സിസ്റ്റം ഇവിടെ ഇല്ലാത്ത പ്രശ്നം നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാത്ത പ്രശ്നമല്ല അത് ഇല്ലാത്ത പ്രശ്നം വരുന്നത് എവിടെ അറിയോ? ഈ ഇലക്ഷൻ ഇല്ലേ, കോടികൾ പമ്പെടുത്തിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നത്. നല്ല ഫണ്ട് ചെലവുള്ള കേസാണ്. താഴത്തൊരു മുകളിലെ പൈസ കൊടുക്കണോ, എല്ലായിടത്തും പൈസ കൊടുക്കണോ, പൈസ കൊടുത്തിട്ടാണ് പരിപാടി ഇറക്കുന്നത്. രണ്ടാമതൊരു ഇലക്ഷൻ വന്ന് അത്രയും പൈസ വീണ്ടും ഇറക്കണോ, അതിനാവൂല. അല്ല, അപ്പൊ അത് അവർക്ക് മനസ്സിലാവണം. അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സിമ്പിൾ ആയി സിസ്റ്റം മാറ്റാൻ പൈസ ചെലവില്ല. ഈ ഒരു ഇലക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് മാറ്റുന്ന പരിപാടിയാണല്ലോ സിസ്റ്റം മാറ്റാൻ. അതല്ല, ഈ ഒരു ഇലക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അർഹരല്ലാത്ത എത്രയോ പേരുണ്ട്. ഇതിലിപ്പം ഏറ്റവും കൂടുതൽ കോമഡി എനിക്ക് തോന്നി എന്താണെന്നറിയോ? പണ്ട് നമ്മുടെ വീരപ്പനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അവർ കേരളത്തിൽ നിന്ന് വീരപ്പൻ കേരളത്തിൽ ട്രാവൽ ചെയ്ത സമയത്ത് ആ ഇന്റർവ്യൂവിൽ സംസാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കേരളത്തിലുള്ള ആളുകൾ ഒരിക്കലും സിനിമാ നടന്മാരെയോ നടിമാരെയോ വോട്ട് ചെയ്ത് ജയിപ്പിക്കില്ല എന്നുള്ളത്. അതിലെന്താണ് പറയാൻ കാരണം? നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ചിന്തിച്ചിട്ട്, നമ്മൾ സിനിമ കാണുന്നത്, സിനിമ നമ്മൾ ആരാധിക്കുന്നുണ്ട്, സിനിമയിൽ അവർ വന്നിട്ടുള്ള ആളുടെ സിനിമകൾ നമുക്ക് ആസ്വദിക്കുന്ന അവരുടെ ആ ഒരു ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവരൊരിക്കലും ഇലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഒരു നേതാവായിട്ട് വരാനുള്ള യോഗ്യത അവർക്കില്ല എന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാം. പക്ഷെ ഇന്ന് അതിന്റെ ചേഞ്ചസ് മാറി. ഇപ്പൊ നോക്കുന്ന സമയത്ത് ഒരുപാട് പാർട്ടികൾ, ഇപ്പൊ പുതുതായിട്ട് വന്ന പാർട്ടികളാണെങ്കിലും ഓൾറെഡി കാലങ്ങളോളം ഉള്ള പാർട്ടി ആണെങ്കിലും അവരെന്ത് കൊണ്ടുവരാണ്? ഇൻഫ്ലുവൻസേഴ്സിനെ, ഒരു സെലിബ്രിറ്റി മൂഡിലുള്ള ആളുകളെ ഇവർ എന്തിനാണ് കൊണ്ടുവരുന്നത്? അതിലൊരു ആവശ്യം വരുന്നില്ലല്ലോ. കാരണം ഒരു നാടിന് ഇവർ എന്ത് നേട്ടമാണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്? അവർക്ക് അഭിനയിക്കാൻ അറിയാം, അവർക്ക് അഭിനയ ജീവിതം കൊണ്ടുപോയത് നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസും ഉണ്ട് ഇതേ കാര്യത്തില്. അതായത് അഭിനയം നല്ല രീതിയിൽ കൊണ്ടുപോയ ആൾക്കാർ ഇലക്ഷനിലേക്ക് വന്നിട്ട് ഇപ്പൊ നാട്ടുകാരുടെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്ത് വന്ന ഒരാളാവും. അതിൽ കൊണ്ടുവരുന്നതിന് നല്ലത് നല്ല ആപ്റ്റായിട്ടുള്ള നേതാക്കന്മാരെ മാത്രം കൊണ്ടുവന്നാൽ പോരെ? ഇതിപ്പോ നമ്മളാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ കച്ചറുണ്ടാവും. പക്ഷെ എന്റെ കാഴ്ചപ്പാട് പറയട്ടോ, നാലാൾ അറിയുന്ന ഒരാളെ കൊണ്ടുവരുന്ന ഒരു പരിധി നല്ല. എന്താ അറിയോ, ഓൻ ചോദിക്കാൻ ആൾക്കാരുണ്ട് ബാക്കിൽ. പക്ഷെ എന്താണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്? അല്ല, ചോദിക്കാൻ ആൾക്കാരുണ്ട്, ഓന്റെ ബാക്കിൽ ഓന് മറുപടി പറയാൻ വലിയൊരു സമൂഹമുണ്ട്. അല്ല, മറുപടി പറയേണ്ടത് സമൂഹമല്ലല്ലോ. അവരെ ഒരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു നേതാവ് ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു എന്താ പറയാ, ഒരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു ഇൻഫ്ലുവൻസറും ഒരു MLA തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ ഓന്റെ റേഞ്ച് വൈഡാ. പറഞ്ഞില്ലേ, ഒരു MLA എന്ന് പറഞ്ഞാൽ ഓനെ ഇട്ടാവട്ട മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ വോട്ട്. ഓനെ നോക്കിയാൽ മതി. പറഞ്ഞില്ലേ, മറ്റോന് വരുന്നത് എവിടുന്ന് അറിയോ? ഒരു വലിയ ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവൻ ഓൾറെഡി അത്രയും ആളുകളെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അതായത് ഇത്രയും ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓളെ കൊണ്ടൊക്കെ മോശം പറയിപ്പിക്കാണ്ടാണ് അവന് ഇൻഫ്ലുവൻസർ ആകുന്നത്. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു രാഷ്ട്രീയോ അല്ല, ഞാനൊരു കാര്യം ചോട്ടെ, ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോരോ രാഷ്ട്രീയപരമായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാനിപ്പോൾ പുതിയ മെമ്പർ ആയിട്ട് അങ്ങോട്ട് പഞ്ചായത്ത് കയറാനുണ്ടല്ലോ, നമുക്ക് ആളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും. പറഞ്ഞില്ലേ, ഓലൊക്കെ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുക. ഇതിൽ എക്സ്പീരിയൻസിന്റെ കേസൊന്നുമില്ല. പിന്നെ ഇതിൽ വേണ്ട വെച്ചാൽ അവനവന്റെ നൈപുണ്യവും അവനവന്റെ കാഴ്ചപ്പാടുമാണ്. പറഞ്ഞില്ലേ, ഈ കാഴ്ചപ്പാട് എന്തുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിക്കൂടാ? പക്ഷെ ഈ വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും അതേപോലെയുള്ള ആൾക്കാരാണോ? അറിയാമോ ഇവരുടെ കാഴ്ചപ്പാട്? അഖിൽമാരുടെ കാഴ്ചപ്പാട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അഖിൽമാരെ എന്ത് ചെയ്യും നമുക്ക് ചോദിക്കാൻ പറ്റുമോ? അതിപ്പോ ഓൾറെഡി സംസാരിക്കുന്നതിലൊക്കെ ആൾക്കാർ ഇപ്പൊ ട്രോൾ വാങ്ങുന്നുണ്ടല്ലോ. അത് നോക്കണ്ട. അങ്ങനെ നമ്മൾ ട്രോള് വെച്ച് പോവാണെങ്കിൽ ഈ കേരളത്തിലെ നിലവിലെ ഒരു ടോപ്പ് ലെവലിൽ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിനെ ആരും മത്സരിക്കാൻ പറ്റില്ല. ആരെ ട്രോളാത്ത്? നമ്മുടെ മുഖ്യമന്ത്രിനെ, പ്രധാനമന്ത്രിനെ ആരെ ട്രോളാത്ത്? എല്ലാരെയും ട്രോളുന്നുണ്ട്. കാരണം ആരെ ട്രോളാത്ത്? ചെകുത്താൻ കഴിഞ്ഞ ദിവസം ബലൂണായിട്ട് എന്റെ പേഴ്സണൽ മെസ്സേജ് ഞാൻ ഓനോട് പറഞ്ഞു, ഞാനും വെറുതെ മെസ്സേജ് അയച്ചാ. അതായത് ലോകത്ത് ആരെങ്കിലും ഒക്കെ വ്യത്യസ്തമായി ചിന്തിച്ചില്ലെങ്കിൽ ഇന്നത്തെ ലോകം ഉണ്ടാവില്ല. ഞാൻ വെറുതെ അങ്ങനെ മെസ്സേജ് അയച്ചാ. പെട്ട് ചാനലിൽ ആഡ് ചെയ്ത് ചറപ്രാന്നാണ് മെസ്സേജ് വന്നിരിക്കുക. അപ്പൊ ഞാൻ അത് ഓഫാക്കിച്ച്. പക്ഷെ ഞാൻ പറയാണ്, താനെങ്ങനെയാണ് പോണത്? ഒരു അഖിൽമാരാര് മത്സരിച്ചത് കൊണ്ട് ഓന് ഇത് പോരായ്മക്കാരാണെന്ന് പറയാൻ പറ്റില്ല. ഓന്റെ ചില കാര്യങ്ങൾ ഞാനിപ്പം ഒരുപാട് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് അതിലിപ്പോ കൂടുതൽ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ച് വന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്താ പറയാ ഓൾറെഡി കുറച്ച് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ഇവരുടെ എല്ലാം നമുക്ക് ഒരു രാഷ്ട്രീയത്തിലേക്ക് ഒരാളെ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു MLA പോലത്തെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു പ്രവൃത്തി പരിചയം അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പ്രവൃത്തി പരിചയം. അങ്ങനെയാണ് ഞാൻ കണ്ടത്. സന്തോഷ് പണ്ഡിറ്റ് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. സന്തോഷ് പണ്ഡിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ എന്തെങ്കിലും പ്രശ്നം ഓന് ഓടിയെത്തലുണ്ട്. വയനാട്ടിലെ ദുരിതം ഞാൻ എന്തൊക്കെ ഓടി വരും, പറ്റും പോലെ ചെയ്തു പോകും. ഞാൻ പറയട്ടെ, ഓനൊക്കെ രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ വന്നിട്ട്
നിൽക്കൂല. എന്നുവെച്ചാൽ നല്ല ചെയ്യുന്ന നല്ലത് ചെയ്യാന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നല്ല രണ്ട് കാഴ്ചപ്പാടാണ്. നേതാവാകാനുള്ളൊരു കഴിവല്ല, നേതാവാകാനുള്ള ആഗ്രഹം. അല്ല, നേതാവിനുള്ള ആഗ്രഹം മാത്രമല്ല, നേതാവാകാനുള്ളൊരു കഴിവ് ഉള്ള ആൾക്കാരല്ലേ നമ്മൾ കൊണ്ടുവരേണ്ടത്. വയനാട് ദുരന്തത്തിലാണെങ്കിലും ബാക്കി ഏതൊരു കാര്യത്തിലാണെങ്കിലും ഫ്രണ്ടിൽ വന്നിട്ട് നമുക്കിപ്പോ വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന പല ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ സിനിമാ നടന്മാര് അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതിന് കഴിവില്ല എന്ന് പറയരുത് ഞാൻ പറഞ്ഞത്. അല്ല, കഴിവില്ല എന്നല്ല, നേരെ MLA സ്ഥാനാർത്ഥി ആകുന്നതിന് പകരം അവരുടെ മണ്ഡലങ്ങൾ ചെയ്യിക്കട്ടെ, അല്ലെങ്കിൽ അവര് മുമ്പ് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടുവരട്ടെ. എന്തിനു ബ്രോ? അതിനല്ലേ നമ്മളെ ഇന്ത്യന്റെ ജനാധിപത്യ സിസ്റ്റം ഇങ്ങനെ വെച്ചേക്കുന്നത്. പോയി മത്സരിക്കാനല്ലേ, മത്സരിക്കട്ടെ. ഞാൻ എന്റെ പഞ്ചായത്തില് ഇപ്പൊ എന്റെ വാർഡിൽ മത്സരിക്കുന്ന ആള് ചിലപ്പോ അപ്പുറത്തായിരിക്കും. നമുക്ക് വേണ്ട അറിയാൻ പറ്റുമോ? നമുക്ക് വേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല, അയാൾ അവിടെ ഒന്ന് മത്സരിച്ച് പോകും. പക്ഷെ നമുക്ക് എന്ത് കാര്യമാണ് വരുന്നതില്? അതെന്താ? നേതാവാകും. ഇപ്പം ഞാൻ പറയുന്നത്, നേതാവാകാൻ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത പല ആൾക്കാര് അവര് വന്നിട്ട് നാളെ MLA ആയിട്ട് അവർക്ക് സൈഡിൽ ഒരു പ്രവർത്തനവും വരുന്നില്ല, അല്ലെങ്കിൽ എന്താ സംസാരിക്കേണ്ടെന്നറിയില്ല. അവർ ആകെ ജയിച്ചത് അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടോ നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ 2-3 സിനിമകൾ ജയിച്ചു എന്നുള്ള രീതിയിലായിരിക്കും. അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നേതാവാക്കിയിട്ട് MLA ആയിട്ട് നാളെ അവിടെ പോയിട്ട് നമുക്ക് മുന്നിൽ വന്ന് സംസാരിക്കാനോ നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു പദ്ധതികൾ കൊണ്ടുവരാനോ പറ്റാത്ത ഒരാൾക്കാരെ നമ്മൾ ആവശ്യമുണ്ടോ? ഇത് തമിഴ്നാടല്ല, അത് തമിഴ്നാടിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ഇത് സിനിമ കണ്ടിട്ട് വോട്ട് ചെയ്യുന്ന കേരളത്തിൽ അങ്ങനെ വോട്ട് പോകില്ല. അങ്ങനെയാണ് ബാലുശ്ശേരി ധർമ്മജൻ ജയിക്കണം, ഇവിടെ ഇലക്ഷൻ മത്സരിച്ച് എല്ലാവരും ജയിക്കണം. അങ്ങനെ നടക്കൂലല്ലോ. ഇപ്പൊ കേരളത്തിൽ അത് നടക്കൂല. കേരളത്തിലുണ്ടല്ലോ അത്യാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നവന് അത്യാവശ്യം വിവരം ഉണ്ടാവും, ഓനെ ഏടെ കുത്തണം എന്ന് അറിയില്ല. ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നീ പറഞ്ഞുള്ള ആളുകൾ ആരും എനിക്ക് ആർക്കായിട്ട് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അഖിൽമാരെ നോക്കുമല്ലോ, പേടിക്കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ അങ്ങനെ ടെൻഷൻ എന്തിനാണ് ചോദിക്കുന്നത്? അഖിൽമാരാര് മത്സരിക്കാൻ വരുമ്പോൾ ഓനങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഓൻ മത്സരിക്കട്ടെ, ഓന് കഴിവുണ്ടവൻ ജയിക്കട്ടെ. ഓൻ മണ്ഡലത്തിൽ പോയി മത്സരിച്ചാണ്ട് ഓന MP സ്ഥാനത്തേക്ക് മത്സരിച്ചാണോ തൂക്കിക്കൊല്ലാൻ പോകണം? അത് പറ്റില്ല ഞാൻ പറയുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓന് കഴിവുണ്ട്, നമുക്ക് നല്ലൊരു MP കിട്ടില്ലേ? കഴിവില്ല, ഞങ്ങൾ കഴിവില്ലാത്ത എന്തോ MP-മാരെന്ന് ചോദിച്ചാൽ പടി വരും ബാക്കിൽ. അതല്ല ചോദിക്കുന്നത്. ജയിച്ച് കയറി വരികയാണെങ്കിൽ ജയിച്ച് കയറി വരട്ടെ. നമുക്ക് നാളെ നല്ലൊരു MP. ഞാൻ പറയുമ്പോൾ എല്ലോ ട്രോള് അതായത് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അഖിൽമാരായിട്ട് ഇറങ്ങിപ്പോയി നോക്കിയോ, ഓൻ ഭാവിയിൽ ചിലപ്പോൾ നല്ലൊരു MP ആവാൻ ചാൻസ് ഉണ്ടെങ്കിലോ നമുക്കത് മിസ്സായില്ലേ? നാളെ മാറ്റി പറയാൻ പറ്റുമോ നമുക്കത്? ഇല്ല. ഓൻ ജയിച്ച് അങ്ങനെ ഒരാളെന്നല്ല, ആരായാലും ജയിച്ച് കയറി വരാൻ കഴിവുള്ളവർ കയറി വരട്ടെ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ കഴിവില്ല, അപ്പൊ പറയാണ് ഏത് ഈ MP-ക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല, മറ്റേ MP-ക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. നോട്ടാടണ്ടല്ലോ, ഏത് വിവരമില്ലാത്ത ചങ്ങായി താഴത്തുണ്ടല്ലോ, ഓനെ കൊത്തിക്കോട്ടെ. എന്നിട്ട് ആർക്കും താല്പര്യമില്ലാത്തടുത്തും താഴെ കിടന്ന് ഓൻ ജയിച്ചു വന്നോട്ടെ, പ്രശ്നം കഴിഞ്ഞല്ലോ. അതിനുള്ള നോട്ട താഴത്തെ ചെയ്ത് മറ്റോ ജയിക്കരുത്, കൊന്നാലും ജയിക്കരുത് പറഞ്ഞാൽ ശരി. ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ള ഒരുത്തന്റെ വോട്ട് ഇല്ലാണ്ടാക്കുന്ന പരിപാടിയാണ് താഴത്ത്. അത് നല്ലതെന്ന് പറയല്ല നമ്മൾ വേണ്ട. ഈ ഒരു നോട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് പോലെ തന്നെ ഇപ്പൊ നോട്ടെ നമ്മൾ എതിർപ്പ് ബ്രോ പറഞ്ഞു, അതേപോലെ തന്നെ നോട്ടോന്റെ ബാക്കി കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് നമുക്കൊരു ചോദ്യമുണ്ട്. അതായത് ശരിക്കും ഒരു വ്യക്തിയെയാണോ ഒരു പാർട്ടിയാണോ നമ്മൾ ജയിപ്പിക്കേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുക എപ്പോഴും എന്താണ് ആ പാർട്ടിയെ ജയിപ്പിക്കുന്നത്. അതിപ്പോ എത്രയും വലിയ മണ്ടനായാലും ഒരു നേതാവാകാൻ കഴിയാത്ത ഒരാളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ഞാൻ ആ പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി വിടും. ചില നമ്മള് എന്താ പറയുക ഒരു നമുക്ക് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ ആ പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ നല്ല കാൻഡിഡേറ്റ്സ് അവിടെ ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ വ്യക്തിനെ നോക്കില്ല. അല്ലെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു എന്താ പറയുക വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു നേതാവാകാൻ നല്ല കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിലും അവരെ വോട്ട് ചെയ്യാൻ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബ്രോന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് അതില്? വിദ്യാഭ്യാസവും വിവരവും മാത്രല്ല ഒരു ഇലക്ഷൻ നിൽക്കാനുള്ള യോഗ്യത. അങ്ങനെയാണെങ്കിൽ നമ്മൾ ISR സയന്റിസ്റ്റിനെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തേണ്ടി ഒരു ഇലക്ഷന്. അപ്പൊ നടക്കണില്ലല്ലോ. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാല്, ഒരു ശക്തമായ കെട്ടുറപ്പുള്ള ഒരു സംഘടനാ പാഠവുമുള്ള അച്ചടക്കമുള്ള ഒരു നേതൃത്വ എന്താ പറയാ മുഖ്യധാരയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ ആ കാൻഡിഡേറ്റ് പല വശങ്ങളിൽ നിന്ന് ബന്ധിതനാണ്. അയാൾക്ക് പല നിയന്ത്രണങ്ങളുണ്ട്. അപ്പൊ അയാൾക്ക് പല മേഖലയിൽ അയാൾക്ക് പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അതായത് അയാളുടെ പ്രവർത്തനങ്ങൾക്ക് കുറച്ച് ശക്തിയും അയാളുടെ പ്രവർത്തനങ്ങൾക്ക് ചില വ്യക്തമായ തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാവും. കുറച്ച് വ്യക്തത കൂടുതൽ ചെയ്യും. പക്ഷെ അതൊന്നും സ്വതന്ത്രനായ വ്യക്തിക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയും? ഇയാളുടെ പിന്നിൽ വലിയൊരു സമൂഹമുണ്ട്. അതായത് ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഈ കാര്യം പറയുന്ന സമയത്ത് ഈ രീതിയിൽ ശക്തമായിട്ട് ഒരു നേതാവിന് കഴിയുമെങ്കിൽ അത് നടക്കും. പക്ഷെ നമ്മൾ നേതാവിനെ കഴിയൂ ഇല്ല. ഞാൻ ചോട്ടെ, ഇപ്പൊ വോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം, ഇപ്പൊ ഒരു ABCD എന്ന് പറഞ്ഞിട്ട് ഒരു 4 സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിലുള്ള ആള് A സ്ഥാനാർത്ഥിയാണ്,
പക്ഷെ അയാളെക്കാട്ടും കഴിവുള്ള ഒരു വ്യക്തിയാണ് ബി സ്ഥാനാർത്ഥി എങ്കിൽ വോട്ട് ചെയ്യുന്നത് കൂടുതൽ ആർക്കായിരിക്കും? അത് നിങ്ങള് എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾ കാര്യം ചെയ്യാം. നിലവില് അങ്ങനെ സ്വതന്ത്രമായി മത്സരിച്ച് കയറി വന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് നോക്കിയേ. അങ്ങനെ പറയില്ല കേട്ടോ, ഞാൻ ഓരോ മോശം പറയല്ല. അങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ വേണ്ടി പാർട്ടിയിലേക്ക് അവരുടെ പോസ്റ്റ് വളരെ ദുർബലമായിരിക്കും. കാരണം അവർക്ക് അങ്ങനെ ദുർബലം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രവർത്തന ഗ്രിപ്പ് കുറവായിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ഇപ്പൊ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കയറി വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ പുള്ളിക്ക് ബാക്ക് ബോൺ ഭയങ്കര സ്ട്രോങ് അല്ല. അതിപ്പോ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ആൾക്കാർ മാത്രമല്ല. ഇപ്പൊ ഞാൻ പറയാം, ഞാനിപ്പോ ഒരു കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റിലും നിൽക്കുന്ന ആളുകൾ എനിക്ക് തോന്നുന്നതാണ് അവർ ആപ്റ്റ് അല്ല. പക്ഷെ BJP അവിടെ വർക്ക് ചെയ്ത ഒരു സ്ഥാനാർത്ഥിയെ വന്നിട്ടുള്ള ഒരാള് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരു കോമൺ സെൻസ് എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ നാടിന് വേണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? BJPക്ക് വേണ്ടി കുത്തല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റിന് വേണ്ടി കുത്തല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിന് വേണ്ടി കുത്തല്ല ചെയ്യേണ്ടത്? ഒരു വോട്ടറുടെ കാഴ്ചപ്പാടും ഒരു സ്ഥാനാർത്ഥിയുടെ കാഴ്ചപ്പാടും രണ്ടും രണ്ടാണ്. അതായത് വോട്ട് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ഇയാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഇയാൾ അറിയില്ല, കാണുന്നില്ല. അതായത് നേതാവും അണിയും തമ്മിലുള്ള മാറ്റാണത്. മനസ്സിലായി? ഒരു നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് താഴേക്കാണ് അയാൾ നോക്കുന്നത്. മനസ്സിലായി? ഒരു അണി താഴെ നിന്ന് മുകളിലേക്കാണ് നോക്കുന്നത്. ഇത് രണ്ടും രണ്ട് ഫോക്കസ് ആണ്, ഇത് രണ്ട് പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പം ഒരു നേതാവ് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു വോട്ട് ചെയ്യാൻ പോകുന്നവന് കൃത്യമായി പ്രവചിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അയാൾ പറ്റ കഴിവില്ലാത്തവനാണ് ആണെങ്കിൽ അവിടെ വന്ന് നിൽക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരാളവിടെ വെക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കഴിവുണ്ടാവും. അല്ലെങ്കിൽ എന്തായാലും അയാൾ പോസ്റ്റ് ചെയ്യില്ലല്ലോ. അയാൾക്ക് അവിടെ വോട്ട് കിട്ടി ജയിച്ച് വരണം ആ പാർട്ടി തീരുമാനിച്ചോണ്ടല്ലേ. അല്ലാണ്ട് ആ പാർട്ടി തോക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥാനാർത്ഥിനെ നിർത്തൂലല്ലോ. അല്ല, പക്ഷെ എനിക്ക് തോന്നുവാണ് ഇപ്പം ഈ ഒരു സ്ഥാനാർത്ഥി തോന്നുന്നു, അതായത് ആ പാർട്ടിയുടെ പുറത്ത് നിൽക്കുന്നവർക്ക് അങ്ങനെ തോന്നും. അതെല്ലാവർക്കും തോന്നും. BJPയുടെ സ്ഥാനാർത്ഥി കാണാൻ കൊള്ളില്ല നമുക്ക് തോന്നില്ലേ? എനിക്കങ്ങനെ തോന്നിട്ടോ. അങ്ങനെ BJPയെ പറയില്ല, എനിക്ക് വേറെ രാഷ്ട്രീയ പാർട്ടിനെ ഒരു സ്ഥാനാർത്ഥിനെ കാണുമ്പോൾ സ്വതന്ത്രം കാണുമ്പോൾ എനിക്ക് തോന്നില്ലോ ഇവനെ കൊണ്ട് എന്ത് പറ്റാനാണ്ട് പോയിട്ട് എന്താക്കാനാ? അതുകൊണ്ട് വോട്ട് ഇവിടെ കിടക്കട്ടെ, അത് വോട്ടാടെ വെക്കൂ. പക്ഷെ നമ്മുടെ ഒരു ചിന്തയില് നമ്മൾ ശരിക്കും ആർക്കാ വോട്ട് ചെയ്യുന്നത്? ഒരു പാർട്ടിക്കാണ്, ഒരു വ്യക്തിക്കാണോ? പാർട്ടിക്കോ? തീർച്ചയായിട്ടും പാർട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടത്. അങ്ങനെയല്ല, പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആ പാർട്ടി ജയിച്ചു വന്നിട്ടേ കാര്യമുള്ളൂ. ആ പാർട്ടി ശക്തി പ്രാപിച്ചിട്ടേ കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു പാർട്ടിയെ എപ്പോഴും കൊണ്ടുവരാൻ മാത്രമല്ലേ ശ്രദ്ധിക്കുക, ഒരു നല്ലൊരു നേതാവിനെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കില്ലല്ലോ. നല്ലൊരു നേതാവ് ആ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരണം എന്നാണ് എന്റെ അഭിപ്രായം. ആ ഒരു പാർട്ടിയിൽ നിന്ന് നല്ല നേതാക്കന്മാരുണ്ടാകണം വേണ്ടേ, അല്ലാണ്ട് ആ പാർട്ടിയിൽ ഇല്ലാണ്ടാക്കല്ലോ വേണ്ടേ. നല്ല പാർട്ടീനെ അവിടെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അണികൾ അതിനു വേണ്ടി മുകളിലേക്ക് പറഞ്ഞ് ആ മുകളിൽ നിന്ന് ആ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിച്ചെടുക്കുക എന്നുള്ള നമ്മളാണ് അതിന്റെ ബാക്ക് ബോൺ. ഈ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് ഈ രാജ്യത്തിന്റെ ബാക്ക് ബോൺ. ഒരാളോട് പറയണോ ഞങ്ങൾക്ക് ഇന്ന സ്ഥാനാർത്ഥിനെ വേണോ, അപ്പോൾ ആ സ്ഥാനാർത്ഥിനെ അവിടെ നിർത്തി കൊടുക്കുന്ന പാർട്ടി ആയിരിക്കണം. അങ്ങനത്തെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഏത് സ്ഥാനാർത്ഥി നിൽക്കണം എന്നുള്ളത്. ആര് പറഞ്ഞു? ജനങ്ങളല്ലാതെ. നമുക്കിപ്പോ അറിയുന്ന എത്ര, ഇപ്പൊ ഈ ഒരു ഇലക്ഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാള് അതൊന്നല്ല, ഒരു പാർട്ടിക്ക് കൃത്യമായ ഘടന ഉണ്ട്, ഒരു സംഘടനാ രീതി ഉണ്ട്. ആ രീതിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വം ചർച്ച ചെയ്തിട്ടാണ് കാൻഡിഡേറ്റ് തീരുമാനിക്കുന്നത്. അവിടെ പാർട്ടിയിലെ തീരുമാനിക്കുന്നത് ഏത് സ്ഥാനാർത്ഥി? സഹോദര, താഴെ നിന്നുള്ള അണികളുടെ അഭിപ്രായം മുകളിലെത്തൂ. അതിനാണ് താഴെ ഈ ഇലക്ഷന്റെ ടൈം ആകുമ്പോൾ താഴെ നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ആളാണോ? അതെ, ആണ്. അപ്പൊ നിങ്ങൾ ഈ ഓരോ മീറ്റിംഗുകൾ വിളിക്കില്ലേ പാർട്ടിന്റെ? ഇതിന് എന്താ പറയല്? അപ്പൊ നമ്മൾ ചോദിക്കൂ, നമ്മുടെ വ്യക്തമായ കാഴ്ചപ്പാട് ഒരെടുത്ത് വെക്കൂ. അത് ഓരോ യൂണിറ്റും അല്ലെങ്കിൽ ഓരോ കമ്മിറ്റികൾ നടക്കുന്നതിന് മിനിറ്റ്സ് വെക്കും. ആ മിനിറ്റ്സിൽ രേഖപ്പെടുത്തും. ആ മിനിറ്റ്സ് മുകളിലേക്ക് പോകും. ആ കമ്മിറ്റിന്ന് മിനിറ്റ്സ് മുകളിലേക്ക് പോകും. അപ്പൊ താഴത്തുള്ള ഒരു അണീന്റെ അഭിപ്രായം മുകളിലെത്തും. മനസ്സിലെ? അങ്ങനെയാണ് ഇത് കാൻഡിഡേറ്റ് വരുന്നത്. ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇതിനെന്ത് വാല്യൂ ആണല്ലേ? അത് അത്ര വോട്ട് ലാക്സ് ആയി പോയി എന്നല്ല എന്റെ അർത്ഥം. അവിടെ എതിർപ്പ് കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് എതിർപ്പ്? അവിടെ എതിർപ്പിന് പകരം ഇതാണ് മനസ്സിലാവാത്തത്. ഇതാണ് ഇപ്പൊ നോട്ടയ്ക്ക് ഒരു 10 വോട്ട്, നമ്മൾ ആ ഇട്ട 8 വോട്ട് എന്ന് പറയുന്ന 10 വോട്ടർമാരുടെയാ. ഇവർക്ക് എല്ലാവർക്കും ഓരോ ആൾക്കാരെ വെച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ. വേണ്ടല്ലോ, ഇവരെ വോട്ടാണ് രേഖപ്പെടുത്തുന്ന ഒരു പേപ്പറിലോ എഴുതി കൊണ്ടുപോകാൻ. ഇവര് നോട്ടൊക്കെ വോട്ട് ചെയ്യാൻ വരുന്ന ഇവർക്ക് ഉറപ്പല്ലേ? വീട്ടിൽ നിന്ന് വരുമ്പോഴേ ആണ്. ഇപ്പൊ ഇവര് ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവരാണ്, ഞങ്ങൾക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ഈ ആർക്കും വോട്ട് കൊടുക്കില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് എഴുതിയിട്ട് പോലെ അത് മടക്കിയിട്ട് കൺസീൽ ചെയ്ത് കൊണ്ടുവന്നിട്ട് അയാതിട്ടോട്ടെ. എവിടെ അത് വേറെ കുത്തുന്നില്ലല്ലോ, കാരണം അറിയില്ലല്ലോ. ഓര് ചെയ്തത് എന്തുകൊണ്ട് എന്നുള്ളതിന്റെ റീസൺ അവർ പറയണം. ഇതൊരു നിസാര കേസല്ലല്ലോ. ഒരു ഇലക്ഷൻ അട്ടിമറിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു ഇലക്ഷൻ അട്ടിമറിയാണ് ഇവിടെ.
നോട്ടയ്ക്ക് കൂടുതൽ വോട്ട് വരുന്നതിനനുസരിച്ച് ഭൂരിപക്ഷം കിട്ടേണ്ട ഒരു പാർട്ടിന്റെ വോട്ട് പോവുകയാണ് ഇങ്ങനെ. ആ ഗ്രാഫിൽ വ്യത്യാസം കാരണം ആ ഒരു ജനങ്ങൾക്ക് അവരെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവരെ വിശ്വാസം റീസൺ അറിയണം. വേണ്ട, അവർക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ അവർ ജയിച്ചു വരുന്നതിൽ അത് മാത്രമാണോ അവരുടെ റീസൺ? നമുക്ക് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാള് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ പറഞ്ഞിട്ടുള്ള കോമൺ സെൻസ് ഉള്ളതിന്റെ പ്രശ്നമല്ല ഞാൻ ചോദിക്കട്ടെ, സെൻസും സെൻസിലൈൻമെന്റിന്റെ പ്രശ്നമല്ല. നോട്ട എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവരുന്ന സമയത്ത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അതായത് നൺ ഓഫ് ദി എബവ് എന്ന് പറഞ്ഞ നാല് ആളുകൾ അല്ലെങ്കിൽ ഒരു 5 സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇവരിൽ ആരും ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുള്ള കാര്യമാണ് ഇവരിപ്പാണ് അവിടെ കാണിക്കുന്നത്. നോട്ടിനെ കൊണ്ടുവരുമ്പോഴുള്ള കാഴ്ചപ്പാട് എന്താ? അതിന്റെ കാഴ്ചപ്പാട് എന്താ? ഇതിപ്പോ മാനിപ്പുലേഷനിലേക്ക് കൊണ്ടുപോയി, ഇത് ഡൈല്യൂട്ട് നോട്ട് മാനിപ്പുലേഷൻ. പിന്നെ നോട്ടിനെ ഡൈല്യൂട്ട് ചെയ്ത് കളഞ്ഞു. നോട്ട എന്താണ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്? നോട്ട ജയിച്ചാൽ എലക്ഷൻ അസാധുവാണ് വേണ്ടേ? അതെ, അതാകുമ്പോ ഒരു കറക്റ്റായിട്ട് ഒരു തീരുമാനം. എന്താ ചെയ്തത്? എല്ലാവരും വട്ടത്തെ കുത്തിരുന്ന് തീരുമാനിച്ചതാ റിയലക്ഷൻ വെച്ച് നമ്മളെ പൈസ കളയണ്ട, നമുക്ക് ഒരു കാര്യം ചെയ്യാ, നൈസായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് കലക്കാം എന്ന് പറഞ്ഞ മാതിരി ഇതിപ്പോ കളിക്കുള്ളതില്ലേ? തൊട്ട് താഴെയുള്ള ജയിച്ചു. എന്താണ് ഇപ്പൊ അത് കാണിച്ചത്? അതിലൊരു കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ വ്യക്തമായ കാരണം വേണം. ഇതിപ്പോ ഇതേ കാഴ്ച, അതായത് ഈ സ്ഥാനാർത്ഥികൾ ഒന്നിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നോട്ടക്ക് വോട്ട് ചെയ്യുകയാണ് എന്നൊരു ഓപ്ഷൻ മാത്രം ആയതുകൊണ്ടല്ലേക്കും ചിലപ്പോൾ ഇയാൾ വോട്ട് ചെയ്യുന്നത്. ഇയാൾക്ക് വ്യക്തമായ താല്പര്യമുണ്ട് അങ്ങനെ ഇവിടെ ഇലക്ഷൻ നടക്കണ്ട എന്നുള്ളൊരു മൂഡിലാണെങ്കിലും അല്ലേ ചെയ്യുന്നത്. ചെയ്തൂടെ? അങ്ങനെ അല്ലാന്ന് പറയാൻ പറ്റില്ല. ആളുകളുടെ കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ നോട്ടക്ക് വോട്ട് വീഴാൻ പാടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ സ്വതന്ത്രം മത്സരിക്കണ്ട. എല്ലാ സ്ഥാനാർത്ഥികളും സ്വതന്ത്രം മത്സരിക്കണ്ടല്ലോ. സ്വതന്ത്രം വെക്കണ്ടേ വോട്ട്? ഞങ്ങൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല, സ്വതന്ത്രം വെക്കണ്ടേ? ആ സ്വതന്ത്ര വിശ്വാസമില്ലെങ്കിലോ? അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്നാ പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ല? അതാണ് പറഞ്ഞത്. നോട്ട എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ള കാര്യം എന്താണ്? ഇവരിൽ ആരും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അവിടെയും ഇപ്പൊ ബ്രോ പറയുന്ന സമയത്ത് ഒരു പാർട്ടിക്ക് കിട്ടേണ്ട വോട്ട് മിസ്സായി പോവാന്നുള്ള രീതിയിലാണ്. പക്ഷെ നോട്ട എന്ന് പറയുന്നത് ഇപ്പൊ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അയാളെ അല്ലെങ്കിൽ ഈ ഒരു ജനങ്ങളെ ഭരിക്കേണ്ടി വരുന്ന ഒരാളെ ഈ പറഞ്ഞിട്ടുള്ള ആരും വിശ്വാസമില്ല. അതുകൊണ്ട് ആണ് നോട്ട ഈ രീതിയിലല്ലേ വരേണ്ടത്. അല്ലെങ്കിൽ അതാണ് അവർ മനസ്സിലാക്കേണ്ടത്. അതായത് ചെയ്യുന്നില്ല എന്ന് പറയാണ്. അല്ലല്ല, വോട്ട് ചെയ്യുന്നുണ്ട്. വോട്ട് ചെയ്ത് എതിർപ്പ് കാണിക്കുകയാണ്. അതായത് വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കുകയല്ല ചെയ്യേണ്ടത്, വോട്ട് ചെയ്യുന്നുണ്ട്. നോട്ടയ്ക്ക് ചെയ്യാനുള്ള ഒരു കാരണം ഈ ഒരു കാരണം ഇവര് മേലെ പറഞ്ഞിട്ട് ആൾക്കാരിൽ ആരും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് കാണിക്കാനുള്ള ഒരു കറക്റ്റായിട്ടുള്ള എതിർപ്പാണ് നോട്ട. എനിക്കത് മനസ്സിലാവില്ല കേട്ടോ. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല നിങ്ങൾ പറയുന്നത്. ഇത് ഭയങ്കര വിദ്യാഭ്യാസമാണ്. ഇത് മനസ്സിലാണെങ്കിൽ എനിക്കത് മനസ്സിലായില്ല. എനിക്ക് അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ടായി കേട്ടോ. സോ ചിഷൂർ, ഞാനൊരു ചോദിച്ചോട്ടെ. ചിഷൂറിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടോ? തീർച്ചയായിട്ടും. ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന ഒരാളാണ്. നമുക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും നമ്മൾ ഇതുവരെ അതിന്റെ ആവശ്യം വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ജയിപ്പിച്ച് വിടുന്ന ഒരു സ്ഥാനാർത്ഥിയിൽ എന്ത് മാറ്റം അല്ലെങ്കിൽ അവരിൽ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മള് ഇപ്പൊ നിലവിൽ ഇനിയിപ്പോ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭ എന്തൊക്കെയാണോ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിൽ പൂർത്തിയാക്കേണ്ടതെല്ലാം പൂർത്തിയാക്കുക. പാർട്ടി എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത് അത് മുന്നോട്ട് വളരെ സക്സസ് ആയിട്ട് തീർച്ചയായിട്ടും. പിന്നെ വരണം. നമ്മൾ പാർട്ടി ഭരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. തുടർഭരണം വരണം. മറ്റെന്താണ്, വേറെ എന്താണ്? ആസ് എ കമ്മ്യൂണിസ്റ്റ് നമുക്ക് മറ്റു കാഴ്ചപ്പാടൊന്നുമില്ല. ഇപ്പോ ആളാണോ രാഷ്ട്രീയ പാർട്ടി ആണോ മെയിൻ ഫോക്കസ്ഡ്, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരാൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, ഇപ്പൊ 1977 ഇന്ദിരാഗാന്ധി ആളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇലക്ഷനായിരുന്നു കോൺഗ്രസ്. പക്ഷെ അവിടെ ജയിച്ച പാർട്ടി കോൺഗ്രസ് ആണ്, അല്ലെ? നിലവില് സെൻട്രലിലെ മോദി തരംഗം, മോദിയെ ഫോക്കസ് ആയി പോയിട്ടുള്ള ഇലക്ഷനാണ്. അവിടെ ജയിച്ചത് അപ്പം ഇപ്പം വ്യക്തിയാണെങ്കിലും ഇനിയിപ്പം മറ്റേത് ഇൻഫ്ലുവൻസിനെ ബാധിച്ചു പോയ ഒരു രാഷ്ട്രീയ പാർട്ടീനെ ഫോക്കസ്ഡ് ആയിട്ടല്ലാതെ ഒരു ഭരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പം ഫോക്കസ് എങ്ങോട്ടായാലും സംഭവിക്കുക രാഷ്ട്രീയ പാർട്ടി ജയിച്ചു വരിക എന്നുള്ളതാണ്. അതിന്റെ റിസൾട്ട് അവിടെയാണ് വരിക. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ വ്യക്തി ആരെ ഫോക്കസ് ചെയ്ത് പോയാലും ആ ഇലക്ഷന്റെ റിസൾട്ട് ഒരു പാർട്ടിയിൽ വന്നാൽ മാത്രമേ ഉള്ളൂ ഇതിന്റെ എന്താ പറയാ ഇത് പ്രാവർത്തികമാകുന്നുള്ളൂ. ഇത് എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ റിസൾട്ട് ഇങ്ങനെ വരണ്ടേ. ആ റിസൾട്ട് ആ പാർട്ടി ജയിച്ച് അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അല്ലാതെ ഒരു വ്യക്തിയെ മാത്രം നമുക്കൊന്നും ചെയ്തു വിടാനില്ല. ഒരു ബാക്കിലൊരു ബാക്ക് ബോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം BJP എന്ന് പറയുന്ന ഒരു സംഘടന അടിയിലുള്ളത് കൊണ്ടാണ് മോദിക്ക് അത് ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് 1977
ഇന്ദിരാഗാന്ധിയെ ഫോക്കസ് ചെയ്ത് വന്ന ആ ഇലക്ഷനും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ടായാലും നമ്മൾ എങ്ങനെ വോട്ട് ചെയ്താലും അല്ലെങ്കിൽ ആരെ വോട്ട് ലക്ഷ്യം വെച്ച് വോട്ട് ചെയ്താലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാനില്ല. പക്ഷെ അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് വരുന്നില്ല. കാരണം നമ്മളൊരു വ്യക്തിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ മോദി, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന വ്യക്തികൾ നമ്മുടെ മെയിൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ഒരു പാർട്ടിയെ ജയിപ്പിച്ച് കൊണ്ടുവരും. അവരെ പക്ഷെ അതല്ലാതെ ഒരു പാർട്ടി, ഇപ്പൊ ഞാനൊരു പാർട്ടിയെ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ആ പാർട്ടിയെ ജയിപ്പിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരിക്കാം. പക്ഷെ അതിനെക്കാട്ടും നല്ലൊരു സ്ഥാനാർത്ഥി മറ്റു പാർട്ടികളിൽ ഉണ്ടെങ്കിൽ അവര് വോട്ട് ചെയ്യാതെ പോകുന്നത് ആക്ച്വലി എന്താ പറയാ ഒരു തെറ്റായ ഒരു കാര്യമല്ലേ? രണ്ട് വിധത്തിൽ കാണാം. ഒന്ന് നമ്മൾ രാഷ്ട്രീയ കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് നമ്മുടെ പാർട്ടിക്കുള്ളിൽ മികച്ച നേതാക്കന്മാരെ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. ശരി. അപ്പൊ നമ്മുടെ പാർട്ടിക്കകത്ത് നല്ല നല്ല നേതാക്കന്മാരെ നമ്മൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. നല്ല നേതൃത്വത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് മുന്നിലെ നേതൃത്വം താഴെ നിന്ന് നല്ലൊരു നേതൃത്വത്തിന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഒരു പടി ഇറങ്ങി പോവാ. അല്ല, അത് ഒരു പാർട്ടിയുടെ ഒരു രീതി ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരുപാട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു പാർട്ടിയെ ജയിപ്പിക്കുകയാണോ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ നേതാവിനെ ജയിപ്പിക്കുകയാണോ നമ്മൾ വേണ്ടത്? ഒരു നേതാവ് ജയിച്ചാൽ അങ്ങോട്ട് ചെന്നിട്ട് എന്താ കാര്യം? നല്ലൊരു ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി. ഇവിടുന്ന് ഒരു പാർട്ടി നിങ്ങൾ അങ്ങനെ വോട്ട് ചെയ്ത ഒരാളും ജയിച്ചാടെത്തി. അവിടെ നേതാവിനെ നോക്കാം. അവിടെ നേതാവിന് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ചെയ്യാൻ റോളില്ല. ജയിച്ച പാർട്ടിയിലെ ആൾക്കാരാണ്. ഇപ്പൊ ഒരു 2-3 മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് സ്ഥാനാർത്ഥികൾ ജയിച്ച പാർട്ടിയോട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കലല്ലേ നടക്കൂ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ജയിച്ച പാർട്ടി പോയിട്ട് അംഗത്തെടുക്കലേ നടക്കൂ? PV അൻവർ കണ്ടില്ലേ? അല്ല, എന്നാലും ഞാൻ കാര്യം ചോട്ടെ, ഇപ്പം 1-2 മണ്ഡലങ്ങളില് ഒരു ബന്ധവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ബന്ധമൊന്നും ഇല്ലാത്തല്ല, ഇപ്പം ഒരു സ്ഥാനാർത്ഥികളില് ആ സ്ഥാനാർത്ഥി യാതൊരു രാഷ്ട്രീയ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അറിയാത്ത ആളുകള് ഒരു നല്ലൊരു പാർട്ടിയിൽ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യാണ്, ജയിക്കാൻ വേണ്ടി പോവുകയാണ്, അല്ലെങ്കിൽ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയെ വന്നിരിക്കുകയാണ്. അപ്പം അവരെ ജയിപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാല് ആ നാടിന് എന്ത് നേട്ടം ഉണ്ടാവുക? നേരെ മറിച്ച് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നല്ലൊരു നേതാവാകാൻ കഴിയുന്ന മറ്റാളുകൾ ഉണ്ടാകില്ലേ? അപ്പൊ അവരെ ശരിക്കും അതായത് ഒരാള് ജയിച്ചു പോയി കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ അയാൾ MP ആയിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യും. അത് ഏത് MP ആയാലും അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാൻ കഴിയും. അത് പിന്നെ നമ്മൾ പാർട്ടിയാണോ വ്യക്തിയാണോ ശരിക്കും ജയിപ്പിക്കേണ്ടത്? നമ്മൾ ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ടല്ലാണ്ട് അതിപ്പോ നമുക്കൊരു, ഞാൻ പറയട്ടെ, ഒരു പാർട്ടിക്കകത്ത് ഒരു ഭൂരിപക്ഷം കിട്ടിയ ഒരു പാർട്ടിക്കുള്ളിലേക്ക് മറ്റു പാർട്ടി ഞാൻ ഇത് പറയുമ്പോൾ മറ്റു സെൻസിൽ എടുക്കരുത്. അതായത് ഒരു മറ്റു വിഷമങ്ങളൊന്നും ഇല്ല ബാക്കിൽ വിചാരിക്കരുത്. ഞാൻ പറയുന്ന അതേ സെൻസിൽ മാത്രം എടുക്കുക. ഇപ്പൊ നമ്മൾ 10 ആള് ട്രിപ്പ് പോവാണ്, പുറമേ നിന്ന് ഒരാളെ നമ്മളെ കൂടെ കൂടി, ഓനെ നമ്മൾ കൊണ്ടുപോണ്ടി വന്ന്, ഓനെ നമ്മളെ കൂട്ടി ഓൻ നമ്മളെ കൂടെ പോരുന്നല്ലാണ്ട് നമ്മളുമായിട്ട് സിങ്ക് ആവില്ല. ഓന്റെ കാഴ്ചപ്പാടുകളും ഓന്റെ ആശയങ്ങളും അയാൾ എൻറ്റയർ അയാളുടെ ഫോക്കസ് വ്യത്യസ്തമായിരിക്കും. നമ്മളുമായിട്ട് ലയിച്ച് പോയിക്കോളാം. പിന്നെ ഗതികേട് കൊണ്ട് നമ്മളെ കൂടെ ഇരിക്കും, നമ്മളെ ചേർന്നിരിക്കും, നമ്മളോട് ഫുഡ് കഴിക്കും. പക്ഷെ ഇതൊക്കെ നടക്കും. ഇത് അങ്ങനെ തന്നെ കണ്ടാൽ മതിട്ടോ. ഞാൻ അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ്. ലിമിറ്റേഷൻസ് ഉണ്ടാവും അവിടെ. കുട്ടിക്കാലം തൊട്ടിട്ട് നമ്മൾ സ്കൂളുകളിൽ രാഷ്ട്രീയം പഠിച്ചു വരുന്നവരാണ്. അതായത് സ്കൂൾ ഇലക്ഷൻ, കോളേജ് ഇലക്ഷൻ, നമ്മളിങ്ങനെ ഇലക്ഷൻ കാണുന്നുണ്ട്. ഇത് കുട്ടിക്കാലത്ത് അച്ഛന്റെ കൈമ പിടിച്ച് പോകുമ്പോൾ അച്ഛൻ്റെ രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും പാർട്ടിയിലുള്ള, അപ്പൊ നമ്മൾ രാഷ്ട്രീയം കണ്ടു വളരുന്നവരാണ്. രാഷ്ട്രീയം കാണണം, രാഷ്ട്രീയം അറിയണം, നമ്മളെ സമൂഹത്തിൽ നടക്കുന്നത് എന്താണ്, നമ്മളെങ്ങനെ ഭരിക്കപ്പെടുന്നു, നമ്മളെ ചുറ്റുപാട് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലത്തെ അറിഞ്ഞു വരിക. ഇത് വോട്ട് ചെയ്യാൻ 18 വയസ്സായി നമ്മൾ വോട്ടർ ID ആയിട്ട് വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കും. അത് വോട്ടർ എന്ന നിലയിൽ നമ്മളെ ബാധ്യതയാണ്. രാജ്യത്തിന്റെ നിയമം പഠിച്ചിരിക്കുക, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ പഠിച്ചിരിക്കുക, രാജ്യം എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധ്യം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ രാജ്യത്തോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ വ്യവസ്ഥയോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ അറിഞ്ഞിരിക്കുക, അത് നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റിയും രണ്ടും ഉണ്ട്. ഈ രണ്ടും നമുക്ക് പോകണം. നമ്മൾ റൈറ്റ്സ് മാത്രം പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ രാജ്യത്തിന് എന്ത് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടാണ്. നമ്മൾ പഠിച്ചിരിക്കണം, രാജ്യത്തിന്റെ വ്യവസ്ഥിതിയെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പം ഈ വ്യക്തിക്കാണോ പാർട്ടിക്കാണോ വോട്ട് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അവൻ്റെ ഉള്ളിൽ നിന്ന് വരും. എന്നിട്ട് കുത്തുക, നോട്ട് കുത്തുക. പക്ഷെ നോട്ട് എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓരോരുത്തർക്കും വ്യക്തിപരമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ടാവും. അത് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യേണ്ട, ആരെ ജയിപ്പിക്കണം എന്നുള്ളതെല്ലാം നിങ്ങളുടെ തീരുമാനങ്ങൾ തന്നെയാണ്.
സോ ഒരു തീർച്ചയായും ഒരു ബഹുമാനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ നോട്ടയ്ക്ക് കുത്തണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് കുത്തണമോ എന്നുള്ള കാര്യങ്ങളെല്ലാം. സോ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആരാണ് യഥാർത്ഥ സ്ഥാനാർത്ഥിയായി വരേണ്ടത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങൾ നേതാവാകാൻ വരേണ്ടത്, നിങ്ങളുടെ മണ്ഡലങ്ങളിൽ ആര് ജയിച്ചാൽ ആര് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. സോ നോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ 2013 വന്ന സമയത്ത് ആളുകൾ എപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം തന്നെയാണ്. നോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൺ ഓഫ് ദി എബവ് എന്നാണ്. അതായത് മുകളിൽ പറഞ്ഞ ആരും തന്നെ എനിക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ ഇവരാരും തന്നെ ഞാൻ വോട്ട് ചെയ്ത് ഇവർ ആരും തന്നെ വോട്ട് ചെയ്ത് ജയിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് തൃപ്തികരമല്ല എന്ന് കാണിക്കുന്ന, നിങ്ങൾക്കുള്ള ഒരു റിജക്ഷൻ കാണിക്കാൻ പറ്റുന്ന, ഒരു എതിർപ്പ് പ്രകടിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നോട്ട എന്ന് പറയുന്നത്. സോ നോട്ട നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കരുത് എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല അല്ലെങ്കിൽ ഞാൻ ഒരു വോട്ട് ചെയ്യാതിരിക്കുന്നതിന് പകരം പോയി നോട്ട ചെയ്യുക എന്നുള്ളതല്ല. നോട്ടയുടെ യഥാർത്ഥ സിസ്റ്റം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആരെയും തന്നെ ഞാൻ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ യാതൊരു സേവനങ്ങളും കൊണ്ടുവരാൻ ചാൻസ് ഇല്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടയിൽ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വോട്ടർമാരും ബൂത്തിലേക്ക് ചെല്ലാൻ വേണ്ടി. കിഷോറിന്റെ അഭിപ്രായം നിങ്ങൾ എല്ലാവരും കേട്ട് കഴിഞ്ഞു. നിങ്ങൾക്കും ഇതേപോലെ തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയമായ പരമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് കാര്യങ്ങൾ, എതിർപ്പുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് രാഷ്ട്രീയ ഒരു വോട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജനങ്ങളോട് പറയാനുണ്ടാവും. സോ ഈ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ടോക്ക് സൂത്രയുടെ ഈ ഒരു സീറ്റ് നിങ്ങൾക്കും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നിട്ട് സംസാരിക്കാം. സോ സ്റ്റേ ട്യൂൺ ടു ടോക്ക് സൂത്ര.